കേരളത്തിലെ മറ്റൊരു ചർച്ചയായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കുറുവ സംഘത്തിൻ്റെ വരവാണ്. നമുക്കറിയാം, കുറുവ സംഘം, മോഷണ സംഘം പുറത്തു നിന്ന് വരുന്ന ആളുകൾ രാത്രി CCTV ദൃശ്യങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം ഭയപ്പാടോടെയാണ് ആ പ്രദേശത്തൊക്കെ ആളുകൾ കാണുന്നത്. ഈ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ, പറവൂർ ഭാഗത്തൊക്കെ കുറുവ സംഘത്തിലെ ആളുകൾ വരികയും CCTVയിൽ ഉൾപ്പെടുകയും CCTV ദൃശ്യങ്ങൾ അവരെ കാണുകയും ഒക്കെ ചെയ്ത് നല്ല ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് പക്ഷേ കർശനമായിട്ടുള്ള പരിശോധന അവിടെ നടത്തുന്നുണ്ട്. ഇന്നലെയും ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പറവൂരിൽ ആ ഭാഗത്ത് പരിശോധനകൾ നടത്തി. സഹിൻ ആൻ്റണി അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. സഹിൻ, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സഹിൻ, അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പോലീസിൻ്റെ പരിശോധനയിൽ ഇവരെത്ര പേരുണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റിയോ? ഇവർ കേരളം വിട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന് ഇത്രയും ദിവസമായിട്ട് അവരെ പിടികൂടാൻ പറ്റാത്തത്? സനീഷ, ഈ കുറുവ സംഘം എന്ന് പറയുന്ന സംഘത്തിന് അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഈ പകൽ സമയങ്ങളിലെല്ലാം ഓരോ വീടുകളിലെയും അല്ലെങ്കിൽ ഓരോ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും ഇങ്ങനെ കറങ്ങി നടക്കും. അവിടെ ഈ വീടുകളിൽ ആരൊക്കെയാണ്, പ്രത്യേകിച്ചും വയസ്സായ മനുഷ്യരുണ്ടോ, ചെറുപ്പക്കാരില്ലാത്ത വീടുകളൊക്കെ തിരഞ്ഞെടുക്കുകയാണ് ഇവരുടെ പതിവ്. പിന്നീട് രാത്രിയാകുമ്പോൾ അർദ്ധനഗ്നരായി ദേഹത്ത് എണ്ണയും കരിയും എല്ലാം തേച്ചായിരിക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങുക. അത് പുലർച്ചെ 2 മണിക്കും 4 മണിക്കും മധ്യയായിരിക്കും ഈ സംഘം എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഈ വീടിൻ്റെ പിൻവാതിലായിരിക്കും ഇവർ തുറക്കാൻ നോക്കുക. അങ്ങനെ തുറക്കാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായും അവർ അവരുടെ രീതി പ്രയോഗിക്കും. ഒന്ന് കുട്ടികൾ കരയുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കുക, മറ്റൊന്ന് പൈപ്പ് തുറന്നിടുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ വീടിനകത്തേക്ക് ആയുധങ്ങളുമായി കടന്നു കയറി ആ വീട്ടുകാരെല്ലാം കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ക്രൂരമായി ആക്രമിക്കുക, അതിനുശേഷം മോഷണം നടത്തുക. ഇതാണ് ഇവരുടെ ഒരു പതിവ് രീതി. 2-ൽ കൂടുതൽ ആളുകൾ എപ്പോഴും കുറുവ സംഘത്തിൽ ഉണ്ടാകും. കൊച്ചി പറവൂരിലും എറണാകുളം പറവൂരിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 5-ലധികം ആളുകൾ വന്നിട്ടുണ്ട്. 8ഓളം വീടുകൾ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി തുടർച്ചയായി ഇവർ ആ പരിസരത്ത് അഴിഞ്ഞാടുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസിന് ഒരു ബോധോദയം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘപരിശോധന നടത്തി. പക്ഷേ നാട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് നടത്തിയ പരിശോധനയിൽ ആരെയും കണ്ടെത്താനൊന്നും കഴിയില്ല. ഇനി കുറുവ സംഘം ഇറങ്ങാമെന്ന് തീരുമാനിച്ചാൽ തന്നെ അവർ ഈ ഒച്ചപ്പാടും ബഹളവും എല്ലാം കേട്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. പുലർച്ചെയും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ്, അതായത് രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ പരിശോധനയ്ക്കുമായിട്ട് ഒരു സ്ക്വാഡ് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ശക്തമായി തന്നെയാണ് ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജാഗ്രത ഒരു 2 ദിവസം മുന്നേ കാണിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇവരെ പിടികൂടാൻ കഴിയുമായിരുന്നു. എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം ഈ കുറുവ സംഘം നേരത്തെ ആലപ്പുഴയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ, അതായത് എറണാകുളം ജില്ലയിലെ മറ്റൊരു അതിർത്തിയിലാണ് ഇവരെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്കോ പാലക്കാടേക്കോ മറ്റെങ്ങോട്ടേക്കോ വേണമെങ്കിൽ ഇവർക്ക് യാത്ര ചെയ്യാം. എന്തായാലും ഈ സംഘമാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുവ സംഘം നമ്മൾ കാര്യമായി തന്നെ ഭയക്കേണ്ട ഒരു സംഘം കൂടിയാണ് സനീഷ്. ശരി സഹിൻ, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടുകാർക്കൊക്കെ അക്കാര്യത്തിലൊരു വലിയ ആശങ്കയുണ്ട്. നിശ്ചയമായിട്ടും സഹിൻ അത് കൂടുതൽ അറിയാമായിരിക്കും.